Good morning, dear students. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മോസ്റ്റ് എക്കണോമിക് ട്രപ്പീസോയിഡൽ സെക്ഷൻ്റെ കണ്ടീഷൻസ് ആണ്, എങ്ങനെ ഡിറൈവ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ് ഇത്, മോസ്റ്റ് എക്കണോമിക് ട്രപ്പീസോയിഡൽ ചാനൽ സെക്ഷൻ. ഓക്കെ, അതിൻ്റെ കണ്ടീഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറുണ്ട്, അത് വെച്ച് പ്രോബ്ലം ചോദിക്കാറുണ്ട്, ഒക്കെ ചോദിക്കാറുണ്ട്. ഒരിക്കലും നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ വിടാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ് ഈ മോസ്റ്റ് എക്കണോമിക് ട്രപ്പീസോയിഡൽ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ട്രപ്പീസോയിഡൽ സെക്ഷൻ മോസ്റ്റ് എക്കണോമിക്കൽ ആവണമെങ്കിൽ മൂന്ന് കണ്ടീഷൻസ് ആണ്. നമ്മൾ മൂന്നല്ല 4 കണ്ടീഷൻ ഉണ്ട്, പക്ഷെ പൊതുവെ നമ്മൾ 3 കണ്ടീഷനാണ് പറയുക. ദാറ്റ് ഈസ് ബി പ്ലസ് 2y ഡിവൈഡഡ് ബൈ ഓർ 2zy, ബി പ്ലസ് 2zy divided by 2 is equal to y into root of 1 plus z square. And second relationship is r is equal to y by 2. And third one is a semicircle, ഞാൻ എഴുതുന്നില്ല, പറയാം. A semicircle drawn from the center of the top with radius equal to depth of flow will touch the 3 sides of the channel. അപ്പോൾ ഈ 3 കണ്ടീഷൻസ് ആണ് നമുക്കിവിടെ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷന് വേണ്ടിയിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ട്രപ്പീസോയിഡൽ ചാനൽ എടുക്കാം. ഒരു ട്രപ്പീസോയിഡൽ സെക്ഷൻ കൺസിഡർ ചെയ്യാം. നമുക്കറിയാം ഇതിൻ്റെ ബോട്ടം വിഡ്ത്ത് നമ്മൾ സാധാരണ ബി എന്നാണ് പറയാറ്. ഡെപ്ത് ഓഫ് ഫ്ലോ y ആണ്. 1 വെർട്ടിക്കൽ ടു z ഹൊറിസോണ്ടലാണ് നമ്മുടെ സ്ലോപ്പ്. ആൻഡ് അങ്ങനെയാണെങ്കിൽ ടോപ്പ് വിഡ്ത്ത് നമുക്കറിയാം. ടോപ്പ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ജോമെട്രിക് എലിമെൻറ്റ് പറയുമ്പോൾ t ഈസ് ഈക്വൽ ടു b പ്ലസ് 2zy ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഒരു മോസ്റ്റ് എക്കണോമിക് ട്രപ്പീസോയിഡൽ സെക്ഷൻ്റെ കണ്ടീഷൻസ് ഡിറൈവ് ചെയ്യുക? ആദ്യം നമ്മൾ എന്താ ചെയ്യുക? മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? റെക്ടാങ്കുലർ ചാനലിൽ ചെയ്തതല്ലേ നമ്മൾ. ആദ്യം നമ്മൾ ഏരിയ ഇസ് ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ എന്ന് എഴുതും അല്ലേ. ഏരിയ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വൈ ഇൻറ്റു, അതായത് ഒരു ട്രപ്പീസോയിഡൽ സെക്ഷനാണ്, അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ഈ 2 പാരലൽ സൈഡ്സിൻ്റെ സമ്മ് ഇൻറ്റു ആ 2 പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് വരിക. അപ്പോൾ പാരലൽ സൈഡ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇസ് y ഇൻറ്റു ഈ ഭാഗം ഇസ് b ആൻഡ് ദിസ് സൈഡ് ഇസ് b പ്ലസ് 2zy. അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ മതി. ഹാഫ് ഇൻറ്റു y ഇൻറ്റു 2b പ്ലസ് 2zy എന്ന് കിട്ടും. ആ 2 നമ്മൾ പുറത്തേക്ക് എടുത്തിട്ട് ഈ താഴത്തെ 2 വെച്ച് ക്യാൻസൽ ചെയ്താൽ നമുക്ക് ഇക്വേഷൻ കിട്ടുക y ഇൻറ്റു b പ്ലസ് zy എന്നാണ് ആൻസർ കിട്ടുക. ഓക്കെ, എന്ന് നമ്മൾ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നത്? റെക്ടാങ്കുലർ സെക്ഷനിൽ ചെയ്തതുപോലെ തന്നെ ഇതിൽ നമ്മൾ b എന്താണെന്ന് എടുത്ത് എഴുതുക. b ഈസ് ഈക്വൽ ടു, നമുക്ക് ഈ ഒരു ഇക്വേഷനിൽ നിന്ന് b ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടും a by y മൈനസ് zy, a by y മൈനസ് zy എന്ന് കിട്ടും ബീൻ്റെ ഇക്വേഷൻ. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഏരിയയുടെ ഇക്വേഷൻ എഴുതി, അതിൽ നിന്ന് b ഈസ് ഈക്വൽ ടു എന്താണെന്ന് എടുത്ത് എഴുതി. ദെൻ സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്ത് ചെയ്യും? സ്റ്റെപ്പ് 2ൽ പെരിമീറ്ററിൻ്റെ എക്സ്പ്രഷൻ എഴുതും അല്ലേ. പെരിമീറ്ററിൻ്റെ എക്സ്പ്രഷൻ ഇവിടെ ഇത് a b c d ആണെങ്കിൽ വെറ്റഡ് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ഈ സൈഡ് പ്ലസ് ഈ സൈഡ് പ്ലസ് ഈ സൈഡ്, ദാറ്റ് ഇസ് എ ബി പ്ലസ് ബി സി പ്ലസ് സി ഡി അല്ലേ. ഇപ്പോൾ നമ്മൾ മുന്നേ ജോമെട്രിക് എലിമെൻറ്റ്സ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്, ഈ സൈഡിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ മുന്നേ പറഞ്ഞതല്ലേ. എന്താ വരിക? y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് z സ്ക്വയർ ആണ് വരിക, നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ സൈഡിൻ്റെ ലെങ്ത്ത് ജോമെട്രിക് എലിമെൻറ്റ്സ് ഇതാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇത് ജോമെട്രിക് എലിമെൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം എന്ന് പറയുന്നത്. കാരണം ഒക്കെ അത് പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് പഠിക്കാത്തവർ ആദ്യം ജോമെട്രിക് എലിമെൻറ്റ്സിനെ പറ്റി പഠിക്കുക. ഇൻ കേസ് ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ, ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സിൽ ആരുടെയെങ്കിലും കയ്യിൽ നോട്ട് ഉണ്ടാവും അതിൻ്റെ, അത് വാങ്ങി ഓരോ ജോമെട്രിക് എലിമെൻറ്റ് എന്താണെന്നുള്ളത് പഠിക്കുക. ഇപ്പോൾ ട്രപ്പീസോയിഡൽ സെക്ഷൻ എടുക്കുകയാണെങ്കിൽ ഈ സൈഡ് y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് z സ്ക്വയർ ആണ് വരിക. അതെങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് z സ്ക്വയർ പ്ലസ് ബി സി ഇസ് b പ്ലസ് സി ഡി ഇസ് അഗെയിൻ y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് z സ്ക്വയർ. അപ്പോൾ അതിന് ഈ y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് z സ്ക്വയർ രണ്ടിനും ഒരുമിച്ച് എഴുതുക. ദാറ്റ് ഇസ് p ഇസ് ഈക്വൽ ടു b പ്ലസ് y ഇൻറ്റു 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് z സ്ക്വയർ എന്ന് കിട്ടും ഇല്ലേ. അപ്പോൾ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൻ്റെ പകുതിയായി. ദെൻ ഈ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും?
ബിക്ക് പകരം നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ബിയുടെ വാല്യൂ ഇല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇപ്പോൾ പി ഈസ് ഈക്വൽ ടു എന്ത് വരും? ബിക്ക് പകരം നമ്മൾ എ ബൈ വൈ മൈനസ് സെഡ് വൈ എന്ന് കൊടുക്കുക, പ്ലസ് 2y റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ. അപ്പോൾ ഇത്രയും ആയാലും നമ്മുടെ സ്റ്റെപ്പ് 2 ആയി. ആദ്യം നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ എഴുതി, അതിൽ നിന്ന് ബി ഈസ് ഈക്വൽ ടു എന്താണെന്ന് എഴുതി, പിന്നെ വെറ്റഡ് പെരിമീറ്റർ എഴുതി, അതിൽ ബിക്ക് പകരം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച ബിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ സ്റ്റെപ്പ് 3യിൽ നമ്മൾ എന്ത് ചെയ്യണം? റെക്ടാങ്കുലർ സെക്ഷനിൽ എന്തായിരുന്നു ചെയ്തത്? ഈ പിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അതിനെ 0നോട് ഇക്വേറ്റ് ചെയ്യുക, ഡി പി ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു 0 ആക്കുക. ഓക്കെ, അതായത് ഡി ബൈ ഡി വൈ ഓഫ് എ ബൈ വൈ മൈനസ് സെഡ് വൈ പ്ലസ് 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എങ്ങനെയാണ്? മൈനസ് എ ബൈ വൈ സ്ക്വയർ മൈനസ് സെഡ് പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ കിട്ടും ഇല്ലേ? അതിൽ ഏരിയയുടെ ഇക്വേഷൻ നമുക്ക് അറിയാലോ, എന്താ? ഏരിയ ഈസ് ഈക്വൽ ടു വൈ ഇൻറ്റു ബി പ്ലസ് സെഡ് വൈ ആണ് നമ്മളെ ഫസ്റ്റ് സ്റ്റെപ്പിൽ. അപ്പോൾ ആ വാല്യൂ കൊടുക്കുക ഏരിയക്ക്. മൈനസ് വൈ ഇൻറ്റു ബി പ്ലസ് സെഡ് വൈ ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ മൈനസ് സെഡ് പ്ലസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് വൈയും വൈ ഒക്കെ ക്യാൻസൽ ആവും. അപ്പോൾ ഇതിൽ നമുക്ക് ബി പ്ലസ് 2y ബൈ വൈ പ്ലസ് സെഡ് മാത്രം ഇവിടെ വെക്കുക, ഇതിനപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഈ പ്ലസിനെ മാത്രം ഇവിടെ വെക്കുക, ദാറ്റ് ഈസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഇവിടെ വെക്കുക. ഇസ് ഈക്വൽ ടു എന്ത് വരും? ഈ മൈനസ് വാല്യൂവിനെ രണ്ടിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. വൈ ഇൻറ്റു ബി പ്ലസ് 2y, വൈ വേണ്ട, വൈ ക്യാൻസൽ ആയി പോയിട്ടുണ്ടാവും, വൈ പ്ലസ് സെഡ് എന്ന് വരും ഇല്ലേ? ഇങ്ങനെയല്ലേ ഇക്വേഷൻ ഉണ്ടാവുക? ഇനി ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, ദാറ്റ് ഈസ് 2 ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി പ്ലസ് സെഡ് വൈ ഡിവൈഡഡ് ബൈ വൈ എന്ന് കിട്ടും. ഓക്കെ, ആ വൈനെ നമുക്ക് ഇപ്പോഴത്തേക്ക് കൊണ്ടുവരാം. 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി പ്ലസ് 2z അല്ല സെഡ് വൈ പ്ലസ് സെഡ് വൈ ഇസ് 2zy എന്ന് കിട്ടും ഇല്ലേ? ഈ ബി പ്ലസ് 2zy എവിടെയും കേട്ടായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ബി പ്ലസ് 2zy ഫിഗർ നോക്കുക, ടോപ്പ് വിഡ്ത്ത് അല്ലേ ബി പ്ലസ് 2zy അല്ലേ? അപ്പോൾ ബി പ്ലസ് 2zy ഈസ് ടോപ്പ് വിഡ്ത്ത്. ഇനി ഈ y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ എവിടെയും കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടോ? y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ നമ്മൾ സൈഡ് സ്ലോപ്പിൻ്റെ വാല്യൂ പറഞ്ഞതായിരുന്നില്ലേ? y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ. സോ നമ്മളെ കൺക്ലൂഷൻ അപ്പോൾ എന്ത് വരും? ഫോർ എ മോസ്റ്റ് എക്കണോമിക് trapezoidal section, for a most economic trapezoidal section, top width is equal to 2 times side slope. അപ്പോൾ ഒരു മോസ്റ്റ് എക്കണോമിക് സെക്ഷൻ്റെ കണ്ടീഷൻ നമ്മളിവിടെ ഡിറൈവ് ചെയ്തു. റെക്ടാങ്കുലർ സെക്ഷനിൽ നമ്മൾ 3 സ്റ്റെപ്പായിട്ടാണ് മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ കണ്ടീഷൻ ഡിറൈവ് ചെയ്യുന്ന കാര്യം പറഞ്ഞത്. ഇവിടെ അതേപോലെ തന്നെയാണ് സ്റ്റെപ്പ് 1ൽ ഏരിയയുടെ ഇക്വേഷൻ എഴുതുക, അതിന് ബി ഈക്വൽ ടു എന്താണെന്ന് എഴുതുക. സ്റ്റെപ്പ് 2ൽ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുക, അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ അതിൽ ബി എന്ന് പറയുന്നൊരു ടേം ഉണ്ടാവും, അതിൽ ബിക്ക് പകരം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച വാല്യൂ എഴുതുക. ദെൻ തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക? ഡി പി ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു 0 ചെയ്യുക. അതിൽ നമുക്ക് ഏത് ഈ റിലേഷൻഷിപ്പാണോ നമുക്ക് വേണ്ടത് അത് ഡിറൈവ് ചെയ്തെടുക്കുക. ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഓൾറെഡി അറിയണം കേട്ടോ, എന്നാലേ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് എക്സാം ഹോളിൽ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ട്രപ്പീസോറൽ സെക്ഷൻ്റെ കാര്യത്തിൽ എന്ത് കിട്ടും? അവസാനം നമ്മൾ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ മീനിങ് ഇതെന്ന് പറഞ്ഞാൽ ടോപ്പ് വിഡ്ത്തിൻ്റെ ഇത് ഈക്വൽ ടു ടോപ്പ് വിഡ്ത്താണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബി പ്ലസ് 2zy എന്ന് പറഞ്ഞാൽ ടോപ്പ് വിഡ്ത്താണ്. അതേപോലെ y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഗറിലുള്ള ഈ സ്ലോപ്പിംഗ് സൈഡിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടിയതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ടോപ്പ് വിഡ്ത്ത് ഈസ് ഈക്വൽ ടു 2 times ദ സൈഡ് സ്ലോപ്പ്. അതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഓക്കെ, ദെൻ നമുക്കിവിടെ ഹൈഡ്രോളിക് റേഡിയസിനുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. ഹൈഡ്രോളിക്
ഹൈഡ്രോളിക് റേഡിയസിനുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം. അപ്പം നമുക്കറിയാം ഹൈഡ്രോളിക് റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു എ ബൈ പി ആണ്. ഏരിയയുടെ എക്സ്പ്രഷൻ നമ്മൾ തൊട്ട് മുന്നേ എന്ത് എഴുതിയിട്ടുണ്ട്? വൈ ഇൻറ്റു ബി പ്ലസ് സെഡ് വൈ എന്ന് എഴുതിയിട്ടുണ്ട് ഏരിയ. അതേപോലെ വെറ്റഡ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ എന്ത് എഴുതിയിട്ടുണ്ട്? ബി പ്ലസ് 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഈ 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു? 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി പ്ലസ് 2zy ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിവിടെ കൊടുക്കുക. 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയറിന് പകരം ബി പ്ലസ് 2zy എന്ന് കൊടുക്കുക. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച റിലേഷൻഷിപ്പിൽ നമുക്ക് അറിയാം 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ബി പ്ലസ് 2zy ആണ്. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് എന്തായി മാറും? 2b പ്ലസ് 2zy എന്നായി മാറൂലേ? ഇല്ലേ? ഓക്കെ, ദെൻ ആർ ഇസ് ഈക്വൽ ടു എ ബൈ പി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു y ഇൻറ്റു ബി പ്ലസ് zy ഡിവൈഡഡ് ബൈ 2b പ്ലസ് 2zy. ഞാൻ ഈ താഴത്തെ ടേം വന്ന് 2നെ പുറത്തേക്ക് എടുക്കുകയാണേ. y ഇൻറ്റു ബി പ്ലസ് zy ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ബി പ്ലസ് zy എന്ന് വരും അല്ലേ? 2നെ പുറത്തെടുത്താൽ അപ്പോൾ ഈ ബി പ്ലസ് zyയും ബി പ്ലസ് zyയും ക്യാൻസൽ ആയിപ്പോൾ. സോ ആർ ഈസ് ഈക്വൽ ടു y ബൈ 2. അതല്ലേ നമ്മുടെ സെക്കൻഡ് റിലേഷൻഷിപ്പ്? ആർ ഈസ് ഈക്വൽ ടു y ബൈ 2. ഇനി ഒരു കണ്ടീഷനും കൂടെ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ട് അല്ലേ? അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണേ. അതായത് നമുക്കൊരു ട്രപ്പീസോഡൽ സെക്ഷൻ ഉണ്ട്. ആ ട്രപ്പീസോഡൽ സെക്ഷൻ്റെ ടോപ്പ് വിഡ്ത്തിൻ്റെ സെൻറ്റർ O ആണ്. ആൻഡ് ആ O സെൻറ്റർ ആക്കിയിട്ടും ഡെപ്ത് ഓഫ് ഫ്ലോ y റേഡിയസ് ആക്കിയിട്ടും നമ്മളൊരു സർക്കിൾ വരക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഈ 3 സൈഡിനെയും ടച്ച് ചെയ്യും എന്നാണ് പറയുന്നത്. ഞാൻ വരക്കുന്നത് സർക്കിളായിട്ടല്ല, എന്നാലും ഇതാ ഇങ്ങനെ വരക്കുകയാണെങ്കിൽ ഇത് 3 സൈഡിനെ ടച്ച് ചെയ്യുന്നതാണ് പറയുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ, ഇഫ് വി ആർ ഡ്രോയിങ് എ സർക്കിൾ ബൈ ടേക്കിംഗ് സെൻറ്റർ ഓഫ് ദ ടോപ്പ് വിഡ്ത്ത് ആസ് സെൻറ്റർ ഓഫ് സർക്കിൾ ആൻഡ് റേഡിയസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഫ്ലോ. റേഡിയസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ഫ്ലോ ആക്കി നമ്മളൊരു സർക്കിൾ വരക്കുകയാണെങ്കിൽ എന്താണ് ആ സർക്കിൾ ഈ നമ്മുടെ ട്രപ്പീസോഡൽ സെക്ഷൻ്റെ 3 സൈഡിനെ ടച്ച് ചെയ്യുന്നതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യുന്നതാണ്? നമുക്ക് ജസ്റ്റ് ഇവിടെ ഒരു ട്രപ്പീസോഡൽ സെക്ഷൻ എടുക്കുക. ഈ ആംഗിൾ തീറ്റയാണ്. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു സെഡ് പോലെ ഒരു ലൈൻ വരികയാണെങ്കിൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയായിരിക്കും. നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, അത് ഓർത്ത് വെക്കണം. ദെൻ ഓക്കെ, ഇത് എ ആണെന്ന് വിചാരിക്കാം, ഇത് എഫ് ആണ്, ദെൻ ഇത് ബി സി ഡി, ദെൻ ദിസ് ഈസ് ഇ. അതായത് ഈ പെർപെൻഡിക്കുലർ വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലം ഇ ആണ്. ഇത്രയും ഓർത്ത് വെക്കാം. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒ എഫ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു വൈ ആണെന്നാണ്. ഓക്കെ, അതായത് അതാണ് നമ്മളെ പ്രൂഫ്. ഈ ഒരു ട്രപ്പീസോഡൽ സെക്ഷൻ്റെ ടോപ്പ് വിഡ്ത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു സർക്കിൾ വരക്കുകയാണെങ്കിൽ ബൈ ടേക്കിംഗ് റേഡിയസ് ഈക്വൽ ടു വൈ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരക്കുകയാണെങ്കിൽ അത് ഈ 3 സൈഡിനെയും ടച്ച് ചെയ്യുന്ന നമ്മൾ പ്രൂവ് ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഫിഗർ വരച്ചിട്ട് ഇതിൽ ഒ എഫ് ഈസ് ഈക്വൽ ടു വൈ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം എന്താ, ഒ എഫ് ഈസ് ഈക്വൽ ടു വൈ ആണെങ്കിൽ എന്താ ഈ ഒരു പോയിന്റിലാണ് ഒ എഫ് ഈസ് ഈക്വൽ ടു വൈ ആവുന്നതെങ്കിൽ അതിൻ്റെ മീനിങ് ഇത് 3 സൈഡിനെ ടച്ച് ചെയ്യുന്ന തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഒ എഫ് ഈസ് ഈക്വൽ ടു വൈ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് നമ്മൾ ഈ സൈഡില്ലേ സ്ലോപ്പിംഗ് സൈഡിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു പെർപെൻഡിക്കുലർ ഡ്രോപ്പ് ചെയ്യാണ്. ഇത് 90 ഡിഗ്രിയാണ്. ഇങ്ങനെ ഒരു ഈ സൈഡിന് പെർപെൻഡിക്കുലറായിട്ട് ഞാൻ ഈ ഒ എന്നൊരു ലൈൻ വരക്കുകയാണ്. ഓക്കെ, ദെൻ അപ്പോൾ ട്രയാങ്കിൾ ഒ എ എഫ് എന്തായി, ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളായി ഇല്ലേ? അപ്പോൾ ആ ഒരു ട്രയാങ്കിളിൽ നിന്ന് ഫ്രം ട്രയാങ്കിൾ എ ഒ എഫ് സൈൻ തീറ്റയുടെ വാല്യൂ എന്താ വരിക? സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു, സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, ദാറ്റ് ഈസ് ഒ എഫ് ഡിവൈഡഡ് ബൈ ഒ എ ഓർ എ ഒ എന്ന് വരും അല്ലേ, സൈൻ തീറ്റ. ഇനി ഈ സൈൻ തീറ്റയുടെ വാല്യൂ ഞാൻ ഈ ട്രയാങ്കിൾ എ ഇ ബി വെച്ച് കണ്ടുപിടിക്കാൻ പോകുന്നു. ഫ്രം ട്രയാങ്കിൾ എ ഇ ബി, ആ ട്രയാങ്കിൾ എ ഇ ബി എങ്ങനെ ഫോം ചെയ്തെന്ന് മനസ്സിലായിട്ടുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ ട്രപ്പീസോഡൽ സെക്ഷൻ ആണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ സെക്ഷൻ ഉണ്ടാവുള്ളൂ. ആ എ ഇ ബി നമ്മൾ ഫോം ചെയ്താണ് എങ്ങനെ,
ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ദെൻ ഈ അറ്റത്തുനിന്ന് താഴോട്ടേക്ക് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു. ഇത് തീറ്റ, ഇത് 90 ഡിഗ്രി. അങ്ങനെ നമ്മൾ ഫോം ചെയ്തൊരു ട്രയാങ്കിൾ കേട്ടോ, പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ട്രയാങ്കിൾ AEB കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് സൈൻ തീറ്റയുടെ വാല്യൂ എന്താ കിട്ടുക? സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു, ഇവിടെ 90 ഡിഗ്രി ഇതാണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ AE ഡിവൈഡഡ് ബൈ BA ഓർ AB അല്ലേ. അതിൽ AE എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഓഫ് ഫ്ലോ y അല്ലേ. AE ഇസ് y. AB എന്ന് പറഞ്ഞാൽ എന്താ? സ്ലോപ്പിംഗ് സൈഡിൻ്റെ ലെങ്ത് അല്ലേ. സ്ലോപ്പിംഗ് സൈഡിൻ്റെ ലെങ്ത് എത്രയാണ് വരിക? സ്ലോപ്പിംഗ് സൈഡിൻ്റെ ലെങ്ത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ടല്ലോ. സ്ലോപ്പിംഗ് സൈഡിൻ്റെ ലെങ്ത് y ഇൻറ്റു √1 + z² അല്ലേ. അപ്പോൾ ഈ വൈയും ഒക്കെ ക്യാൻസലായി നമുക്ക് എന്ത് വരും ആൻസർ? 1/√1 + z² എന്ന് വരും. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ 1 + 1/√1 + z² നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് കിട്ടി. ആ വാല്യൂ നമ്മൾ എന്തിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇവിടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് OF/AO is equal to 1/√1 + z². That is OF is equal to AO into 1/√1 + z². ഇതിൽ AO എന്ന് പറഞ്ഞാൽ എന്താ? AO എന്ന് പറഞ്ഞത് എവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ. നമ്മൾ O എടുത്തത് ടോപ്പ് വിഡ്ത്തിൻ്റെ സെൻറ്ററിലല്ലേ എടുത്തത് അല്ല. അപ്പോൾ AO എന്ന് പറഞ്ഞാൽ ടോപ്പ് വിഡ്ത്ത് T ആണെങ്കിൽ AO എന്ന് പറഞ്ഞാൽ ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതിയാണ് അല്ലേ, T/2. ഇത് ടോട്ടലാണ് ടോപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ O എന്ന് പറയുന്ന പോയിന്റ് എടുത്തത്. സോ AO എന്ന് പറയുന്നത് T/2 ആയിരിക്കും. ടോപ്പ് വിഡ്ത്തിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് ഓൾറെഡി അറിയാലോ. എന്താണ്? B + 2ZY ആണ് അല്ലേ. അപ്പോൾ AO is equal to B + 2ZY/2. That is B + 2ZY/2 into 1/√1 + z². 1/√1 + z². ഇനി ഈ ടേം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ടോപ്പ് വിഡ്ത്തിൻ്റെ പകുതി നമ്മൾ തൊട്ട് മുന്നേ പ്രൂവ് ചെയ്തിട്ടില്ലേ? B + 2ZY. ഈ 2നെ നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കാം. ഇതാ ഈ 2നെ നമ്മൾ ഇതാ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എക്സ്പ്രഷൻ എന്തായി മാറും? B + 2ZY/2 is equal to y into √1 + z² എന്നാവില്ലേ. അപ്പോൾ ഈ B + 2ZY/2ന് പകരം നമുക്ക് എന്തെഴുതാം? ഈ B + 2ZY/2 ആണ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ എഴുതിയത്. അതെന്തിന് ഈക്വലാണ്? y into √1 + z² ഈക്വലാണ്. അപ്പം ഞാൻ ഈ B + 2ZY/2ന് പകരം ഞാൻ കൊടുക്കുകയാണ് y into √1 + z² എന്ന് കൊടുക്കുകയാണ്. ഇൻറ്റു 1/√1 + z² അല്ലേ. അപ്പോൾ ഈ 1 + z²ഉം 1 + z²ഉം എന്താവും? ക്യാൻസൽ ആവും. സോ OF is equal to നമുക്ക് y എന്ന് കിട്ടും. അതാണ് നമുക്ക് കിട്ടേണ്ടിയിരുന്നത്. OF is equal to y. അപ്പം നമുക്ക് എന്ത് ഇൻഫർ ചെയ്യാം? OF is equal to y എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് നമ്മൾ ഇങ്ങനെ ഒരു സർക്കിൾ ബൈ ടേക്കിംഗ് ദ ടോപ്പ് സെൻറ്റർ ഓഫ് ദ ടോപ്പ് വിഡ്ത്ത് ആസ് സെൻറ്റർ ഓഫ് സർക്കിൾ ആൻഡ് റേഡിയസ് ഈക്വൽ ടു ഡെപ്ത് ഓഫ് ചാനലായിട്ട് എടുക്കുകയാണെങ്കിൽ ആ സർക്കിൾ നമ്മുടെ ട്രപ്പീസോയിഡൽ സെക്ഷൻ്റെ 3 സൈഡിനെ ടച്ച് ചെയ്ത് ഇങ്ങനെയാണ് പ്രൂവ് ചെയ്തത്. ഇതൊക്കെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 3 റിലേഷൻഷിപ്പും പ്രൂവ് ചെയ്യാൻ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കാര്യം കൂടെ നമുക്കിതിൽ പഠിക്കാനുണ്ടെന്ന്. അതായത് ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് ഫോർ മോസ്റ്റ് എക്കണോമിക് ട്രപ്പീസോയിഡൽ സെക്ഷൻ. ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ സൈഡ് സ്ലോപ്പിന് നമ്മൾ എങ്ങനെയാണ് സാധാരണ പറയുക? ട്രപ്പീസോയിഡൽ സെക്ഷൻ്റെ സൈഡ് സ്ലോപ്പിന് നമ്മൾ എങ്ങനെയാണ് പറയുക? 1 in z എന്നല്ലേ പറയാ? 1 in z എന്നാണ് 1 in z എന്നാണ് നമ്മൾ ട്രപ്പീസോയിഡൽ സെക്ഷൻ്റെ സൈഡ് സ്ലോപ്പിന് പറയാം. അപ്പോൾ ഒരു സെക്ഷൻ മോസ്റ്റ് എക്കണോമിക്കൽ ആവണമെങ്കിൽ ഈ സെഡിൻ്റെ വാല്യൂ എന്തായിരിക്കണം എന്നാണ് നമ്മൾ അടുത്ത് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇതിലൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ എഴുതുക, അതിൽ നിന്ന് B = എന്താണെന്ന് എഴുതുക, then വെരിയുടെ പെരിമീറ്റർ എഴുതുക, അതിൽ ബീൻ്റെ ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻഡ് തേർഡ് സ്റ്റെപ്പിലാണ്, അതായത് നമ്മൾ മോസ്റ്റ് എക്കണോമിക്കൽ സെക്ഷൻ്റെ ഡെറിവേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്യുക. പക്ഷെ ഒരു കാര്യത്തിലാണ് ഇതിൽ വ്യത്യാസം. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ സാധാരണ dp/dy is equal to 0 എന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇനി ഇവിടെ ചെയ്യേണ്ടത് ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് dp/dz is equal to 0 എന്നാണ്. ഓക്കെ, ഓർത്ത് വെക്കുക. അപ്പോൾ ഞാൻ സ്റ്റെപ്പായിട്ട് എഴുതുക. ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് കാണാൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് 1 ഏരിയയുടെ ഇക്വേഷൻ എഴുതുക. ഏരിയ ഈസ് ഈക്വൽ ടു എന്താണ്? ട്രപ്പീസോയിഡൽ സെക്ഷൻ്റെ ഏരിയ ഈസ് ഈക്വൽ ടു y into √b + zy. ദെൻ അതിൽ നമ്മൾ എന്ത് എഴുതുക? y into √b + zy. ഓക്കെ.
തെറ്റി, അങ്ങനെയല്ല, y ഇൻറ്റു റൂട്ട് ഓഫ് 1 b പ്ലസ് സെഡ് വൈ അല്ല. എന്തായാലും നമ്മൾ ഏരിയയുടെ ഇക്വേഷൻ y ഇൻറ്റു ബി പ്ലസ് സെഡ് വൈ എന്നാണ്, റൂട്ടില്ല. y ഇൻറ്റു ബി പ്ലസ് സെഡ് വൈ ഓർത്ത് വെക്കണേ എന്നെഴുതുക. അതിൽ നമുക്ക് b ഈക്വൽ ടു എന്തെഴുതാം? b ഈസ് ഈക്വൽ ടു a ബൈ വൈ മൈനസ് സെഡ് വൈ. ഒരു വ്യത്യാസമില്ല, നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പാണ്. ദെൻ ഇതേപോലെ സ്റ്റെപ്പ് 2 എഴുതുക. സ്റ്റെപ്പ് 2ൽ എന്തെഴുതുക? നമ്മൾ പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എഴുതുക. പെരിമീറ്ററിൻ്റെ ഇക്വേഷനൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഡയറക്റ്റ് എഴുതാണ്. ബി പ്ലസ് 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ എന്നാണ് പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ. അതിൽ നമ്മൾ എന്ത് ചെയ്യുക? ബിക്ക് എ ഫസ്റ്റ് സ്റ്റെപ്പിൽ കിട്ടിയ അതേ വാല്യൂ കൊടുക്കുക, എ ബൈ വൈ മൈനസ് സെഡ് വൈ അല്ലേ, പ്ലസ് 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ. ആൻഡ് തേർഡ് സ്റ്റെപ്പിലാണ് ഇവിടെ വ്യത്യാസം വരുന്നത്. സ്റ്റെപ്പ് 3ൽ അവിടെ ഡി പി ബൈ ഡി വൈ ഡി ഈക്വൽ ടു 0 എന്നായിരുന്നു നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത്. പക്ഷേ ഇവിടെ വേണ്ടത് നമ്മൾ എന്താ? ഡി പി ബൈ ഡി വൈ ഈസ് ഈക്വൽ ടു 0 എന്നല്ല, ഡി പി ബൈ ഡി സെഡ് ഈസ് ഈക്വൽ ടു 0 കൊടുത്താലാണ് നമുക്ക് ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് കിട്ടുക. ഓക്കെ, ഞാൻ ചെയ്യാണ്. ഡി ബൈ ഡി സെഡ് ഓഫ് എ ബൈ വൈ മൈനസ് സെഡ് വൈ പ്ലസ് 2y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 0. എ ബൈ വൈയിൽ സെഡിൻ്റെ ടേം ഒന്നുമില്ല, സോ അതിൻ്റെ ഡിഫറൻഷ്യൽ ഇസ് 0 വിത്ത് റെസ്പെക്ട് ടു സെഡ്. മൈനസ് സെഡ് വൈയുടെ ഡിഫറൻഷ്യൽ ഇസ് മൈനസ് വൈ പ്ലസ് എന്താ വരിക? പ്ലസ് 2y ഇൻറ്റു പിന്നെ 2y കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയറിന് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഡി സെഡ് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. എങ്ങനെ? ഡി ബൈ ഡി സെഡ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ എങ്ങനെയാണ്? ഈ റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയറിന് എനിക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? 1 പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു 1/2 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ ഒരു ഫംഗ്ഷൻ്റെ ഡിഫറൻഷ്യൽ എന്താ വരിക? ഈ പവർ ഹാഫ് ഇൻറ്റു 1 പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു ഹാഫ് മൈനസ് 1 ഇൻറ്റു ഈ സെഡ് സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ, ദാറ്റ് ഇസ് 2z. ഞാനിവിടെയൊക്കെ എഴുതാണ് ആ ഡിഫറൻഷ്യൽ. ഹാഫ് ഇൻറ്റു 1 പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു ഹാഫ് മൈനസ് 1 ഇൻറ്റു 2z. ഓക്കെ, ഇത് ഈക്വൽ ടു 0. ആൻഡ് അതൊന്നുകൂടെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. മൈനസ് വൈ പ്ലസ് 2y ഇൻറ്റു ഹാഫ് ഇൻറ്റു ഈ 2 ഉം 2 ഒക്കെ ക്യാൻസൽ ആവും ഇൻറ്റു 1 പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു ഹാഫ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ അത്ര ഹാഫ് തന്നെയല്ലേ, അപ്പോൾ അത് റൂട്ട് തന്നെയാണ് വരില്ല. 1 പ്ലസ് സെഡ് സ്ക്വയർ തന്നെയാണ് വരിക ഇൻറ്റു 2z ഇസ് ഈക്വൽ ടു 0. ഇനി ഞാൻ ഈ വൈനെ അപ്പത്തേക്ക് ഉണ്ടാവുക. അപ്പോൾ y ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു 2z ഇസ് ഈക്വൽ ടു y എന്ന് വരും. ആ വൈയും ക്യാൻസൽ ആവും. സോ 2z ഇസ് ഈക്വൽ ടു അല്ല ഇവിടെ നമുക്കൊരു എറർ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുകയാണെ. മൈനസ് വൈ പ്ലസ് 2y ഇൻറ്റു ഹാഫ് ഇൻറ്റു 1 പ്ലസ് സെഡ് സ്ക്വയർ റേസ് ടു ഹാഫ് മൈനസ് 1 ഞാൻ പറഞ്ഞില്ല. ഹാഫ് മൈനസ് 1 എത്ര വരിക? മൈനസ് ഹാഫ് ആണ് വരിക. അത് ഞാൻ ഹാഫ് എന്നാണ് എഴുതുക. അപ്പോൾ മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താ? 1/√ ആണ് അല്ലേ. 1/√ ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു 2z. അതുപോലെ തന്നെ എഴുതുക. 2 ഇങ്ങനെയൊക്കെ എഴുതുക, അല്ലെങ്കിൽ സെഡും 2 തമ്മിലേക്ക് കൺഫ്യൂസ്ഡ് ആവും. ഈക്വൽ ടു 0. അപ്പോൾ ഇതിൽ ഈ വൈനെ ഞാൻ ഇനി കുഴപ്പമില്ല, ഈ -1 ഞാൻ വിട്ടുപോയതാണ്. സോ ഇനി നമ്മൾ ഈ വൈനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 2y ഇൻറ്റു ഈ 1/2 ഇവിടെ തന്നെ ക്യാൻസൽ ചെയ്യാം. അപ്പോൾ y ഇൻറ്റു 1/√ ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ ഇൻറ്റു 2z ഇസ് ഈക്വൽ ടു y വീണ്ടും ക്യാൻസൽ ചെയ്തു. നമുക്ക് 2z ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2z ഇസ് ഈക്വൽ ടു 1/√ ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ 2z ഇസ് ഈക്വൽ ടു ഇതിങ്ങോട്ടേക്കല്ലേ, അപ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് സെഡ് സ്ക്വയർ എന്ന് കിട്ടും. സോ z ഇസ് ഈക്വൽ ടു 1/√3 എന്ന് കിട്ടും. അതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഇത്ര എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ഭാഗത്ത് സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് വരും? 4z സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 പ്ലസ് സെഡ് സ്ക്വയർ എന്ന് വരും ഇല്ലേ. അപ്പോൾ ഈ സെഡ് സ്ക്വയറിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. സോ 4z സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ദാറ്റ് ഇസ് 3z സ്ക്വയർ. 3z സ്ക്വയർ ഇസ് ഈക്വൽ ടു 1. ദാറ്റ് ഇസ് z സ്ക്വയർ ഇസ് ഈക്വൽ ടു 1/3. ദാറ്റ് ഇസ് z ഇസ് ഈക്വൽ ടു √1/3.
അപ്പോൾ സെറ്റ് 1/√3 കിട്ടി. ദാറ്റ് ഈസ് ഫോർ എ മോസ്റ്റ് എക്കണോമിക്കൽ ട്രപ്പീസോറിയൽ സെക്ഷൻ ബെസ്റ്റ് സൈഡ് സ്ലോപ്പ് ഈസ് 1/√3. ഓർത്ത് വെക്കുക. അപ്പോൾ ഈ കാര്യം ഓർക്കണം. ഹാഫ് മൈനസ് 1 ഞാൻ തെറ്റിച്ച കാര്യം ഓർക്കണം. ഹാഫ് മൈനസ് 1 മൈനസ് ഹാഫ് ആണ്. അപ്പോൾ താഴെ 1/√1/z² എന്നാണ് അത് വരിക. ഓക്കെ. അപ്പോൾ ഈ 3 റിലേഷൻഷിപ്പ്, ദെൻ നാലാമത്തെ ബെസ്റ്റ് സൈഡ് സ്ലോപ്പും കൂടെ ഓർത്ത് വെക്കുക. സൈഡ് സ്ലോപ്പ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ.